നമസ്കാരം, ഞാൻ നിഷാന്ത് ആന്റണി. ഒരു സാധാരണ മലയാളി, ഒരു ഇടുക്കിക്കാരൻ. ഇത് ഒരു സാധാരണക്കാരൻ്റെ ശബ്ദം, ദ പ്ലാറ്റ്ഫോം. ആദ്യം തന്നെ ഒരു മലയാള പാച്ചിൽ മൂലം ഉണ്ടായ ഉരുൾപൊട്ടലിലൂടെ നമ്മെ വിട്ടുപിരിഞ്ഞ 400ഓളം വരുന്ന നമ്മുടെ സഹോദരങ്ങളെ ഞാൻ സ്മരിക്കുന്നു. ഒപ്പം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്ന 1000ഓളം വരുന്ന നമ്മുടെ സഹോദരങ്ങൾ, തീർച്ചയായും അവർക്ക് അവരുടെ പഴയ ജീവിതം തിരിച്ചു കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ മലയാളി കുടുംബം എന്നും അവർക്കൊരു കൈത്താങ്ങാവുകയും ചെയ്യും. ഈ അടുത്തായി നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരുപാട് ശ്രദ്ധ നേടിയ പീറ്റർ ജോസഫ് സാറിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. കാലടി, പെരുമ്പാവൂർ, കോതമംഗലം, മൂവാറ്റുപുഴ അല്ലെങ്കിൽ പുഴയോര പ്രദേശങ്ങളിലുള്ള ആളുകൾ എത്രത്തോളം ഭയപ്പെടുന്നുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം. ഇതാരും പുറത്തു പറയുന്നില്ല. പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു ചെറുവിരൽ അനക്കുവാൻ പോലും ആരും തയ്യാറുമല്ല. വയനാട്ടിൽ നമ്മൾ കണ്ടതാണ്, ഒരു ചെറിയ മണ്ണിടിച്ചിൽ നടന്നപ്പോൾ തന്നെ അവിടെ മരിച്ചതിനേക്കാൾ കൂടുതൽ പേർ മണ്ണിനടിയിൽപ്പെട്ടും കല്ലിനടിയിൽപ്പെട്ടും അവശതയായി കൈയും കാലും ഒടിഞ്ഞ് നരയിക്കുകയാണ്. ഇദ്ദേഹം ഇപ്പോൾ സംസാരിച്ചത് സായിപ്പിന്റെ സുർക്കി ഡാമിനെ പറ്റിയാണ്. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാമിന്റെ ചരിത്രം അറിയാത്തവരായി വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. എങ്കിലും ഞാൻ ചരിത്രം ഒന്ന് ലളിതമായിട്ട് പറയാം. ഈ ചരിത്രം ആരംഭിക്കുന്ന 1700-ാം നൂറ്റാണ്ടിലാണ്. ഇടുക്കിയിൽ സ്ഥിതി ചെയ്യുന്ന പശ്ചിമഘട്ടത്തിന്റെ ഒരു ഭാഗം തമിഴ്നാടാണ്, അതായത് അന്നത്തെ മദ്രാസി സർക്കാർ. അവിടെ തേനി, കമ്പം, ദിണ്ടിഗൽ തുടങ്ങിയ മേഖലകളിൽ ജലക്ഷാമം അതിരൂക്ഷമായിരുന്നു. പശ്ചിമഘട്ടത്തിന്റെ വടക്ക് ഭാഗത്ത് ഉത്ഭവിക്കുന്ന വൈഗൈ എന്ന ഒരു നദി മാത്രമായിരുന്നു അവരുടെ ജലസ്രോതസ്. എന്നാൽ വേനൽക്കാലമാവുന്നതോടുകൂടി ഈ നദി വറ്റി വരളുകയും അവിടെ ജലക്ഷാമം അതിരൂക്ഷമാവുകയും ചെയ്തു. അതേസമയം ഈ പശ്ചിമഘട്ടത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്തു നിന്ന് ഉത്ഭവിക്കുന്ന പെരിയാർ ആവട്ടെ എന്നും നിറഞ്ഞു കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ മദ്രാസി സർക്കാർ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെ സമ്മർദ്ദത്തിലാക്കുകയും ഈ പെരിയാർ നദിയിലെ ജലം എങ്ങനെയും ഈ വൈഗൈ നദിയിൽ എത്തിക്കാനുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കുകയും ചെയ്തു. തുടർന്ന് 1808 ജെയിംസ് കാൾവേ എന്ന വ്യക്തി ഒരു പദ്ധതി കൊണ്ടുവന്നു. 150 അടി ഉയരത്തിൽ 115.75 അടി വിസ്തീർണം താഴ്ഭാഗത്തും 12.75 അടി വിസ്തീർണം ടോപ്പിലുമായിട്ട് ഒരു അണക്കെട്ട് സ്ഥാപിക്കുകയും ഈ അണക്കെട്ടിൽ നിന്നുള്ള ജലം തമിഴ്നാടിന്റെ പ്രദേശങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതായിരുന്നു ആ പദ്ധതി. ബ്രിട്ടീഷ് സാമ്രാജ്യം ആ പദ്ധതി അംഗീകരിച്ചു. അതാണ് ഇന്നത്തെ മുല്ലപ്പെരിയാർ. അന്നത്തെ തിരുവിതാംകൂർ രാജാവ് വിഷാദം തിരുനാൾ രാമവർമ്മ ഇതിനെ ശക്തമായി എതിർത്തു. എന്നാൽ ബ്രിട്ടീഷുകാരുടെ അതിശക്തമായ സമ്മർദ്ദത്തിലാണ് അദ്ദേഹത്തിന് ഈ കരാർ ഒപ്പിടേണ്ടി വന്നു. 1886 ഒക്ടോബർ 29-ാം തീയതി പെരിയാർ പാട്ടക്കരാറിൽ തിരുവിതാംകൂറും മദ്രാസി സർക്കാരും ഒപ്പിട്ടു. 999 വർഷത്തേക്കായിരുന്നു ഈ കരാർ. ഈ കരാർ പ്രകാരം ഒരു ഏക്കറിന് 5 രൂപ എന്ന നിരക്കിൽ, ഒരു വർഷം 5 രൂപ എന്ന നിരക്കിൽ തമിഴ്നാട് സർക്കാർ കേരള സർക്കാരിന് കൊടുക്കണം. എന്നാൽ ഈ കരാർ ഒപ്പിട്ടതിന് ശേഷം തിരുവിതാംകൂർ രാജാവ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തൻ്റെ ഹൃദയത്തിലെ രക്തത്തിൽ നിന്നുമാണ് ഈ കരാർ ഒപ്പിടുന്നത് എന്ന്. പിന്നീട് 1974 സി അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കെ ഈ കരാർ പുതുക്കിയിരുന്നു. എന്നാൽ 1886 എല്ലാ നിബന്ധനകളും അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് 1974 ഈ കരാർ പുതുക്കിയത്. ഏക്കറിന് 5 രൂപ എന്ന നിരക്ക് ഏക്കറിന് 30 രൂപയാക്കി ഉയർത്തി. ഇന്നത്തെ തമിഴ്നാട് സർക്കാർ കേരള സർക്കാരിന് ഒരു ഏക്കർ സ്ഥലത്തിന് 30 രൂപ ഒരു വർഷം എന്ന നിരക്കിൽ പാട്ടക്കരാർ നൽകേണ്ടതാണ്. അതോടൊപ്പം 30 വർഷം കൂടുമ്പോൾ ഈ പാട്ടക്കരാർ പുതുക്കുകയും വേണം എന്നതായിരുന്നു പുതിയ നിബന്ധന. ഇതാണ് മുല്ലപ്പെരിയാറിന്റെ ലഘുമായ ചരിത്രം. പെരിയാർ നദി വഴി ഒഴുകിക്കൊണ്ടിരുന്ന ചെറിയ ജലസ്രോതസ്സിനെ തടഞ്ഞു നിർത്തി തമിഴ്നാട് സർക്കാരിന് വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യം പെടുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ടിന് ഇന്ന് വയസ്സ് 128 കഴിഞ്ഞു. അന്നത്തെ ആ ഒരു ചെറിയ ജലസ്രോതസ് അല്ല ഇന്നത്തെ അണക്കെട്ട്. 443 ദശലക്ഷം ക്യൂബിക് ഫീറ്റ് വെള്ളമാണ് ആ അണക്കെട്ടിനുള്ളിലുള്ളത്. ഇത്രയും വെള്ളത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നാം വിചാരിക്കുന്നതിലും ഒരുപാട് മുകളിലാണ്. പല ലോകരാജ്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ബ്രിട്ടീഷ് സാമ്രാജ്യം പോലും ഇതിന്റെ പകുതി വർഷത്തോളം ആയുസ് മാത്രം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്ന ഈ അണക്കെട്ടിന്റെ ദുരന്താവസ്ഥ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക്, കേരളത്തിലുള്ളവർക്കും കേന്ദ്രത്തിലുള്ളവർക്കും ഇതുവരെ മനസ്സിലായില്ല. ഇത്രയും ദശലക്ഷം ക്യൂബിക് ഫീറ്റ് വെള്ളത്തിന്റെ വ്യാപ്തി താങ്ങാനാവാതെ ആ അണക്കെട്ട് പൊട്ടിയാൽ നിമിഷങ്ങൾക്കകം വണ്ടിപ്പെരിയാർ അതുമാത്രമോ മുട്ടം, തൊടുപുഴ വഴി കവിഞ്ഞൊഴുകുന്ന വെള്ളം മൂവാറ്റുപുഴയും കോട്ടയവും പത്തനംതിട്ടയുടെ ഒരു ഭാഗവും അടക്കം ആലപ്പുഴ, എറണാകുളം, തൂത്തുവാരി അറബിക്കടലിൽ പതിക്കുമ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ളവരിൽ ഒരു 10-30 ലക്ഷം ആൾക്കാർ ഈ ലോകത്തിനോട് ഇവിടെ വന്നിട്ടുണ്ടാവും.
അങ്ങനെ കേരളം ഒരു വലിയ ദുരന്ത ഭൂമിയായി മാറാൻ സാധ്യതയുള്ള ഒരു വലിയ വിപത്താണ് നമ്മളെ കാത്തിരിക്കുന്നത്. മലയാളികൾ ഭീതിയിലാണ്. ഒരു രാത്രി കിടന്നുറങ്ങിയാൽ നാളെ സുപ്രഭാതം കാണാൻ അവരുണ്ടാവുമോ എന്ന് പോലും അറിയാത്ത അത്രയും വലിയ ഭീതിയിൽ. ഇവരിൽ ഒരാളെന്ന നിലയിൽ, ഒരു സാധാരണ മലയാളി എന്ന നിലയിൽ അവരുടെ ശബ്ദത്തിലൂടെ എനിക്ക് ചോദിക്കാനുള്ളത് 3 ചോദ്യങ്ങളാണ്. ഉത്തരം നൽകാൻ നിയോഗിക്കപ്പെട്ടവർ ആരുമാകാം. കേന്ദ്രത്തിലും കേരളത്തിലുമുള്ള ഭരണപക്ഷമോ പ്രതിപക്ഷമോ രാഷ്ട്രീയ പ്രമുഖരോ രാഷ്ട്രീയ നേതാക്കളോ ആരുമാകാം. പക്ഷെ ചോദ്യം ചോദിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. എൻ്റെ ആദ്യത്തെ ചോദ്യം, കേരളത്തിൽ മാറി മാറി വരുന്ന ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ നേതാക്കൾ ഇത്രയും വലിയ വിപത്തിനെ പറ്റി ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. എന്തുകൊണ്ട്? അവരുടെ അറിവില്ലായ്മയാണോ? അവർ ആരെയാണ് ഭയക്കുന്നത്? പണ്ട് തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന ആ രാജാവിനുണ്ടായിരുന്ന അത്രയും പോലും ധൈര്യം ഇന്നത്തെ നമ്മുടെ നേതാക്കന്മാർക്കില്ല എന്നുണ്ടോ? അറിയില്ല, അവർ തന്നെ പറയട്ടെ. ചോദ്യം നമ്പർ 2, 1974 പുതുക്കി എഴുതിയ ആ കരാർ പ്രകാരം അടുത്ത 30 വർഷത്തിന് ശേഷം വീണ്ടും പുതുക്കേണ്ടതാണ്. അതായത് 2004 പുതുക്കിയിട്ടില്ല. എന്തുകൊണ്ട്? അന്നത്തെ കരാർ പ്രകാരം ലഭിച്ചുകൊണ്ടിരുന്ന ആ 30 രൂപ പെർ ഏക്കർ പെർ ഇയർ ആണോ ഇപ്പോഴും കിട്ടുന്ന പാട്ടക്കരാർ? അതോ അത് പുതുക്കിയോ? ജനങ്ങൾ അറിയണ്ടേ? ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് വഴി കേരളത്തിലുണ്ടാവുന്ന വരുമാനം എത്ര? നെറ്റ് പ്രോഫിറ്റ് എത്ര? അത് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു? എന്തിനൊക്കെ വിനിയോഗിക്കുന്നു? ബലി കൊടുക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ജനങ്ങൾ അത്രയുമെങ്കിലും അറിയണ്ടേ? ഉത്തരം പറയാം. ഇനി എൻ്റെ അവസാനത്തെ ചോദ്യം, ഒരു സാധാരണ കർഷകൻ എന്ന നിലയിൽ, ഒരു സാധാരണ മലയാളി എന്ന നിലയിൽ, ഒരു ഇടുക്കിക്കാരൻ എന്ന നിലയിൽ നാളത്തെ പറ്റിയുള്ള പ്രതീക്ഷകളിൽ ഉൾക്കൊണ്ട് ഞാൻ ജീവിക്കേണ്ടതുണ്ടോ? നാളെയെക്കുറിച്ചുള്ള എൻ്റെ അധ്വാനങ്ങൾ ഫലം കാണുമെന്ന് എന്താണ് എനിക്ക് ഉറപ്പ്? ഇത്രയും വലിയൊരു വിപത്ത് തലയുടെ മുകളിൽ നിൽക്കുമ്പോൾ എന്ത് ധൈര്യത്തിലാണ് ഞാൻ ഉറങ്ങേണ്ടത്? ഹെൽമെറ്റ് ധരിച്ചില്ലേ പോലും പിഴ ഈടാക്കുന്ന നമ്മുടെ സർക്കാർ, അതുപോലും ജനങ്ങളുടെ സംരക്ഷണത്തിനാണ് പറയുന്നത് നമ്മുടെ സർക്കാർ, ഇത്രയും വലിയൊരു വിപത്ത് തലയുടെ മുകളിൽ നിൽക്കുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇതാണോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ? അവർ പറയട്ടെ ഉത്തരം. നന്ദി, നമസ്കാരം.